യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ചർച്ചകൾ ഇന്നും തുടരും. ദയാദാനത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും. മരിച്ച തലാലിന്റെ കുടുംബത്തിന്റെ നിലപാടും നിർണായകം. കേരള സർവകലാശാലയിൽ പോരിൽ KS അനിൽകുമാറിനെ വീണ്ടും പിന്തുണച്ച സിൻഡിക്കേറ്റ്. രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനം ഓടിക്കുന്നത് തടയാൻ VC-ക്ക് അധികാരമില്ല. സർവകലാശാലയിലെ നിയന്ത്രണാധികാരം സിൻഡിക്കേറ്റിനൊന്നും വാദം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC നിയമനത്തിന് ഗവർണർക്ക് പട്ടിക കൈമാറി സർക്കാരിന്റെ 3-അംഗ പാനൽ. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി രാജ്ഭവൻ. റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്ന കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും പരിഗണിക്കും. കേസിൽ അപ്പീൽ നൽകുമോ എന്നതിൽ സർക്കാർ നിലപാട് അറിയിക്കും. പ്രവേശനത്തെ ബാധിക്കുന്ന നിലപാടെടുക്കില്ലെന്ന് സുപ്രീം കോടതി. ചിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നത് 72 ദിനങ്ങൾ. ലോറിയും അർജുനെയും കണ്ടെത്തിയത് സെപ്റ്റംബർ 25-ന്. കണ്ണീരോർമ്മയിൽ കുടുംബം. മണ്ണിടിച്ചിലിൽ മരിച്ചത് അർജുനടക്കം 11 പേർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണത്തിന് പിന്നാലെ പരാതിയുമായി കാണാതായ പെൺകുട്ടിയുടെ മാതാവ്. പരാതി നൽകിയത് 2003-ൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മാതാവ്. ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി സമർപ്പിച്ചു. അനന്യ ഭട്ടിനെ കാണാതായത് ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിന് എത്തിയപ്പോൾ.